الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. സത്യവിശ്വാസികളെ, നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയിരുന്ന ഒരു റിസാല ഇബ്നു തൈമിയ റഹ്മഹുള്ളയുടെ മജ്മുഉൽ ഫതാവയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം, അംറാദുൽ ഖുലൂബി വശിഫാഉഹ, ഖൽബിന്റെ രോഗങ്ങളും അവയുടെ ശമനവും എന്നുള്ള വിഷയം. അതിൽ നാം 2 ദർസുകൾ എടുത്തിരുന്നു. അതിൽ ഖൽബിന്റെ രോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ, അതുപോലെ ഖൽബിന്റെ പ്രകാശം, അതുപോലെ ഖൽബിന് ഇൽമ് ആവശ്യമുള്ള, ഹിദായത്ത് ആവശ്യമുള്ളത് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ഹിദായത്തിന്റെ ആവശ്യകത പറഞ്ഞിട്ടാണ് നാം അവസാനിപ്പിച്ചിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് നാം നോക്കുന്നത് അടുത്ത ഷെയ്ഖ് പറയുന്ന വിഷയം ഖൽബിന്റെ ഹയാത്താണ്, ഖൽബിന്റെ ജീവൻ. അപ്പോ ഷെയ്ഖ് തുടങ്ങുന്നത് തന്നെ ഹയാത്ത് എന്നുള്ളതിന് സാധാരണ നാം ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ പറയാറുള്ളത് പോലെ തന്നെ ചലനമുള്ള, സ്വന്തമായി ഉദ്ദേശമുള്ള അല്ലെങ്കിൽ സ്വന്തമായി ഇന്ദ്രിയങ്ങളുള്ള, കഴിവോ ഇൽമോ ഉള്ളതാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഖ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഖൽബിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് ബാക്കിയുള്ള ഈ ചലനശക്തിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഹയാത്തും വേറൊരു സിഫത്തായിട്ട്, വേറൊരു അവസ്ഥയായിട്ടാണ് ഖൽബിന്റെ ഹയാത്തിനെ ഷെയ്ഖ് പറയുന്നത്. എന്നാൽ ഷെയ്ഖ് അതോടൊപ്പം പറയുന്നു, ഒരു കാര്യത്തിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഖുദ്റത്തും ഇൽമെല്ലാം വേണം, അതിന് കഴിവും അറിവും എല്ലാം വേണം. അതുപോലെ കഴിവും അറിവും ഉള്ള ഒരു കാര്യത്തിന് ജീവൻ ഉണ്ടാവുകയും ചെയ്യും, അതൊരു ഷർത്താണ്. പക്ഷെ ഖൽബിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തുൻ ഖായിമത്തുൻ, വേറിട്ട് നിൽക്കുന്ന ഒരു സിഫത്തായിട്ടാണ് ഷെയ്ഖ് പരിചയപ്പെടുത്തുന്നത്. എന്നൊരു ഷെയ്ഖ് ഖൽബിന്റെ ഹയാത്തുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നത് തന്നെ വൽ ഹയാഉ മുസ്തഖ്ഖുൻ മിനൽ ഹയാത്ത്. ഹയാ, ലജ്ജ എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഹയാ. ഈ ഹയാ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഹയാത്ത് എന്നുള്ളതിനാണ്, ജീവൻ എന്നുള്ളതിനാണ്. അപ്പൊ ഖൽബിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടുള്ളത് ഖൽബ് ഹയാ, ലജ്ജയുള്ളതാവുക, അതായത് സ്വാലിഹായ നല്ല മ്ലേച്ഛതകളെ തടയുന്ന, തിന്മകളെ തടയുന്ന ഒരു ഖൽബാവുക. അപ്പൊ ഒരു ഖൽബിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട കാര്യം ലജ്ജ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറഞ്ഞാൽ ഈമാനിൽ നിന്നാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹയാഉ വൽ ഇയ്യു ശുഅബതാനി മിനൽ ഈമാൻ, ലജ്ജ അതുപോലെ ഒരു നാണം എന്നുള്ള നിലയ്ക്കുള്ളതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ വൽ ബദാഉ വൽ ബയാനു ശുഅബതാനി മിനൽ നിഫാഖ്, എന്നാൽ പൊട്ടിത്തെറിച്ച് വർത്താനം പറയുന്ന ഒരു ലജ്ജയില്ലാത്ത അവസ്ഥ, അത് നിഫാഖിന്റെ ഭാഗവുമായിട്ട് ഷെയ്ഖ് ഈ 2 ഹദീസ് കൊടുക്കുകയാണ്. അതായത് ഹയാ ഉള്ള ഖൽബിൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഷെയ്ഖ് ഉദാഹരണം പറയുന്നത്, ഒരു ഫലപുഷ്ടിയുള്ള മണ്ണ്, ജീവൻ ഊറ്റ മണ്ണ്, അതിലേക്ക് നമ്മൾ എന്ത് വിത്ത് പാകിയാലും അതിന്റെ ഒരു തഅ്സീർ, അനന്തരഫലമായിട്ട് അതിൽ നിന്ന് നല്ല പച്ചപ്പുള്ള വിളകൾ ഉണ്ടാകും. അതേസമയത്ത് ഹയാ ഇല്ലാത്ത, ലജ്ജയില്ലാത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ വരണ്ടതുപോലെയാണ്, വരണ്ട മണ്ണാണ്. അതിൽ യാതൊരു അനന്തരഫലവും ഉണ്ടാവില്ല. എന്ത് കേട്ടാലും എന്തറിഞ്ഞാലും ഒരു ലജ്ജയുമില്ലാത്ത അവസ്ഥയാണ് അതിനുണ്ടാവുക. അപ്പോൾ ഈമാനുള്ള ഖൽബ് അല്ലെങ്കിൽ ജീവനുള്ള ഖൽബ് എന്ന് പറഞ്ഞാൽ ലജ്ജയുള്ളതായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ശരിക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണത്. ഇന്ന് കാലത്ത് ഏറ്റവും അധികം ആളുകളിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ലജ്ജ എന്ന്. മുസ്ലിമീങ്ങളെ വരെ ആ രോഗം ബാധിക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ നോക്കി വെക്കും, ഇന്ന് ആളുകൾക്ക് സംസാരിക്കുന്നതിൽ എന്തും സംസാരിക്കാം, എത്ര മ്ലേച്ഛമായ കാര്യമാണെങ്കിലും ഒരു ലജ്ജയുമില്ലാതെ പരസ്യമായി സംസാരിക്കുന്ന അവസ്ഥ. അതുപോലെ വേഷങ്ങൾ, എന്ത് വേഷവും, എത്ര മ്ലേച്ഛമായ വേഷം, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഒരു ലജ്ജയില്ലാത്ത തരത്തിൽ. അതുപോലെ പെരുമാറ്റങ്ങൾ എല്ലാം ഈ ഒരു അവസരത്തിലേക്ക്, എന്ത് തോന്നിവാസവും പരസ്യമായി ചെയ്യുന്ന അവസ്ഥ.
അതായത് കൽബിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷണം. എന്നൊരു ശൈഖ് പറയുകയാണ്, ഈ ഹയാ ഇല്ലാത്തത് ഈ വരണ്ട ഭൂമി പോലെ ഏറ്റവും ഒരു ഗുണവുമില്ലാത്ത ഭൂമിയായിരിക്കും. എന്നിട്ട് പറയുകയാണ്, ഇവിടെ കൽബിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനിൽ നിന്ന് വ്യത്യസ്തമാണ്. അഥവാ മനുഷ്യൻ മരിച്ചു, ഫമാത്തൽ ഇൻസാൻ, മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ റൂഹും ശരീരവും തമ്മിൽ വേറിട്ട് പോകുന്നതാണ്. എന്നാൽ കൽബിന്റെ മരണം എന്ന് പറയുന്നത്, റൂഹിന്റെ മരണം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നിട്ട് ശൈഖ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളെ നിങ്ങൾ എന്ത് പറയരുത്? മരിച്ചവരെന്ന് പറയരുത്, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. മറ്റൊരായത്തിൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ മരിച്ചവരായിട്ട് നിങ്ങൾ കരുതരുത്, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണപ്പെടുന്നതാണ്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. വഹുവല്ലദീ അഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, ശേഷം മരിപ്പിക്കുന്നത്, വീണ്ടും പുനർജീവിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് തരത്തിൽ മരണത്തെ പറഞ്ഞു. എന്ന് ശൈഖ് പറയാണ്, ഫൽ മൗത്തുൽ മുസ്ബത്ത്, സ്ഥിരപ്പെടുത്തിയ മരണം, അതുപോലെ അൽ മൗത്തുൽ മൻഫി, നിരാകരിച്ച മരണം. അഥവാ എല്ലാവരും മരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഉറപ്പായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ വൽ അൽ മുസ്ബത്ത് ഹുവ ഫിറാഖു റൂഹിൽ ബദൻ, ശരീരത്തിൽ നിന്ന് റൂഹ് പോകുന്ന മരണത്തെയാണ് സ്ഥിരപ്പെടുത്തിയ മരണം എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളെ പറ്റി പറഞ്ഞിട്ടുള്ള അവര് ജീവിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള ആ ജീവൻ, റൂഹിന്റെയും കൽബിന്റെയും ജീവൻ, അത് നഷ്ടപ്പെടുന്നില്ല, അത് അവിടെ ഉണ്ടാകുന്നു. അതാണ് കൽബിന്റെ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യന്റെ ശരീരത്തിന്റെ ജീവൻ പോലെയല്ല എന്ന് പറയാം. എന്നിട്ട് ശൈഖ് പറയാണ്, അതുകൊണ്ടാണ് മരണത്തെ അഹുൽ മൗത്ത് എന്ന് പറഞ്ഞത്. മരണത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖദാ അലൈഹാ അൽ മൗത്ത് വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും റൂഹിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അല്ലാത്തവരെ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർ തിരിച്ചു നൽകുന്നു, അല്ലാത്തവ പിടിച്ചു വെക്കുന്നു. അപ്പോ ഉറക്കമെന്ന് ഒരാൾ ഉറങ്ങുന്നത് കണ്ട് നമ്മൾ പറയില്ല അയാൾ മയ്യിത്താണെന്ന് പറയോ? ഇല്ല. അയാൾ മരിച്ചു എന്ന് പറയോ? ഇല്ല. പക്ഷേ അത് മരണത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് ശൈഖ് അതിന് ദലീലുകളായിട്ട് ഒരുപാട് ദുആകൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് ഉറക്കവുമായി ബന്ധപ്പെട്ടത്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദുആ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, മരണത്തിന് ശേഷം ഞങ്ങൾക്ക് ജീവൻ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി, അവനിലേക്കാണ് മടക്കം. അതുപോലെ മറ്റൊരു ദുആയിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അല്ലാഹു എന്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്ന, എന്റെ ശരീരത്തിൽ ആരോഗ്യം തന്ന, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനുള്ള തൗഫീഖ് തന്ന, മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠത തന്ന അല്ലാഹുവിന് സ്തുതി. മറ്റൊരു ദുആ നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ അൻത ഖലഖ്ത നഫ്സി, അല്ലാഹുവേ നീയാണ് എന്റെ നഫ്സിനെ സൃഷ്ടിച്ചത്, വ അൻത തവഫാഹ, നീയാണ് അതിനെ മരിപ്പിക്കുന്നത്, ലക മമാതുഹാ വ മഹ്യാഹ, അതിന്റെ ജീവിതവും മരണവുമെല്ലാം നിന്റേതാണ്, ഇൻ അംസക്തഹാ ഫർഹംഹാ, നീ അതിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിനോട് നീ കാരുണ്യം ചൊരിയണം, വ ഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ, നീ അതിനെ തിരിച്ചുവിടുകയാണെങ്കിൽ അതിനെ നീ സംരക്ഷിക്കണം, ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹായ നിന്റെ അടിമകളെ എങ്ങനെ നീ സംരക്ഷിക്കുന്നുവോ അതുപോലെ. ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആക്കളെല്ലാം അവിടെ മരണമായിട്ടാണ് പറയുന്നത്. ഇവിടെ ശൈഖ് പറയുന്നത് ഈ മരണം തമ്മിലുള്ള വ്യത്യാസമാണ്. കൽബിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയാ ഇല്ലാത്ത, ലജ്ജയില്ലാത്ത അവസ്ഥ വന്നാൽ അവന്റെ കൽബ് മരിച്ചു പോകും. അത് ശരീരത്തിന്റെ മരണം പോലെയല്ല. ഈ മരണം രണ്ടെണ്ണമുണ്ടെന്ന് പറയാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഉദ്ധരിച്ച ദലീലുകളാണ് നമ്മളിവിടെ വായിച്ചത്. അതുപോലെ തന്നെ അവസാനമായി കൊടുക്കുന്നു, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, നമ്മൾ ചൊല്ലുന്ന ദുആ, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് നാം ജീവിക്കുന്നതും മരിക്കുന്നതും. ഇതുവരെ ശൈഖ് ഇതിന്റെ ഒന്നാമത്തെ ഫസ്ലാണ് പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നാം പറഞ്ഞിരുന്നു ഈ ഒരു ചെറിയ റിസാല 3 ഭാഗങ്ങളാണ്.
ഒന്നാമത്തെ ഫസ്ലിൽ കൽബിന്റെ രോഗങ്ങളുണ്ട്, കൽബിന്റെ മരണമുണ്ട്, കൽബിന്റെ ജീവൻ, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. 2ഉം 3ഉം ഫസ്ല് കൽബിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ആ 2 രോഗങ്ങളിൽ ബാക്കിയുള്ളതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ഹസദ്, അസൂയ. എല്ലാവിധ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാ അസുഖങ്ങളും ഹസദുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് ഇഷ്ക് വശഹ്വ, ഇഷ്ക് ഷഹ്വത്ത്, ദേഹേച്ഛ, അതുപോലെ തന്നെ പ്രണയം പോലെയുള്ള അസുഖങ്ങൾ. അത് എല്ലാവിധ ഷഹ്വത്തും പിന്നെ ഹുബിനോട് ബന്ധപ്പെട്ടതാണ്. ഹസദ് എല്ലാവിധ വെറുപ്പിനോടുമായി ബന്ധപ്പെട്ടത്, ഇഷ്ക് എല്ലാവിധ ഹുബിനോടുമായി ബന്ധപ്പെട്ടത്. ഈ 2 രോഗങ്ങളെയാണ് ശൈഖുദിൽ പറയുന്നത്. അപ്പൊ അടുത്ത ഫസ്ല് അൽ ഹസദ് വമിൻ അംറാദിൽ ഖുലൂബ് അൽ ഹസദ്, അസൂയ എന്നുള്ളതാണ്. അതിന്റെ അടുത്ത ഫസ്ൽ, 3ാമത്തെ ഫസ്ല് ഇഷ്ക് വശഹ്വത്ത്. അതോടുകൂടി ഈ ഒരു ചെറിയ റിസാല അവസാനിക്കുകയാണ്. നമ്മൾ നോക്കുന്നത് അടുത്ത ഫസ്ലാണ് അൽ ഹസദ്. അൽ ഹസദ്, അസൂയ എന്നുള്ളത്. അസൂയ എന്നുള്ളതിനെ പല ആളുകൾ പല രീതിയിൽ അതിനെ തഅരീഫ് ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി പറയാറുള്ള കാര്യം, സമ്പത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ ഇൽമുള്ള ആളുകളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു വികാരം എന്നുള്ള നിലക്ക്, വെറുപ്പ് എന്നുള്ള നിലക്കാണ്. ചില ഉലമാക്കൾ അതിന് കൊടുത്തൊരു തഅരീഫ്, ഇന്നഹു തമന്നി സവാലി നിഅമത്തി അൽ മഹ്സൂദ്. ഒരു ആരുടെ മേലെയാണോ ഒരുത്തന് അസൂയ ഉണ്ടാകുന്നത്, അവന്റെ മേലെയുള്ള നിഅമത്തുകൾ പോയി കാണണമെന്നുണ്ടാകുന്ന ആഗ്രഹത്തിനാണ് ഹസദ് എന്ന് പറയുന്നത്. ഹസദ് പോലെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു കാര്യമാണ് ഗിബ്തത്ത് എന്ന് പറയും. ഗിബ്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ നിഅമത്ത് പോയി കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ അതുപോലെ തന്നെ എനിക്കും ഉണ്ടാവണമെന്ന് തോന്നുന്നത്, അതാണ് ഗിബ്തത്ത് എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ശരിക്ക് ശരീരത്തിന്റെ രോഗങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖുകൾ തന്നിട്ടുണ്ട്. നമുക്ക് വേദനകൾ ഉണ്ടാകും, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. കൽബിന്റെ അസുഖങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇൽമും ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ബസീറത്തും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്കൊന്നും അറിയുക തന്നെയില്ല ഹസദ് എന്നുള്ളൊരു പിന്നെ അസുഖമുണ്ട് എന്നും അത് എനിക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാകാമെന്നും അല്ലെങ്കിൽ അല്ലാഹു തആല അതുകൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടാകാമെന്നും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അറിയുന്നില്ല എനിക്കിങ്ങനെ രോഗം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കൽബിനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ സംരക്ഷിക്കാൻ സാധിക്കും. എന്നിട്ട് ശൈഖ് പറയുന്നത്, ഹസദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം ഒരു കാര്യത്തിനോട്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, ഇതാണ് അതിന്റെ അടിസ്ഥാനം. എന്നിട്ട് ഹസദിനെ 2 ഇനമായിട്ട് ശൈഖ് വിശദീകരിക്കുകയാണ്. ഒന്ന് മദ്മൂമായ, തരം താഴ്ത്തപ്പെട്ട, ആക്ഷേപാർഹമായ കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിച്ച നിഅമത്തുകളോട് പൂർണ്ണമായിട്ടുണ്ടാകുന്ന വെറുപ്പ്. വേറൊരുത്തനൊരു നിഅമത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ച നിഅമത്ത് അവനിൽ നിന്ന് നീങ്ങിപ്പോകണം, അവനത് ഉണ്ടാകാൻ പാടില്ല. അവനതുള്ളത് കൊണ്ട് മനസ്സിനുണ്ടാകുന്ന വലിയ അസ്വസ്ഥത. ഈ പിന്നെ ഹാസിദിന്, അസൂയ വെക്കുന്നവന് സമാധാനമുണ്ടാവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മേലെയാണോ അവൻ അസൂയ വെച്ചിട്ടുള്ളത് അവന് ലഭിച്ച നിഅമത്ത് ഇങ്ങനെ നീങ്ങിപ്പോയാൽ ഇവനൊരു സന്തോഷം ഉണ്ടാകും. ഇനി ആ നീങ്ങിപ്പോയവന് മഹ്സൂദ് പറഞ്ഞ അസൂയ വെക്കപ്പെട്ടവൻ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. മഹ്സൂദിന് ആ നിഅമത്ത് തിരിച്ചു കിട്ടുകയാണെങ്കിലോ ഹാസിദ്, അസൂയുള്ളവനെ സംബന്ധിച്ചിടത്തോളം രോഗം ഇരട്ടിയായി വർദ്ധിക്കും. അത്രയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരിക്കും. അവന് എങ്ങനെയെങ്കിലും ആ ഒരു നിഅമത്ത് നീങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹം മാത്രമായി നിൽക്കുന്ന അവസ്ഥ. ഇതാണ് ഏറ്റവും ആക്ഷേപിക്കപ്പെട്ട, ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള ഹസദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇനം, ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടാകും, അതിനോട് പിന്നെ അവന് ലഭിച്ച ഫളിലിനോട് ഒരു പിന്നെ ചെറിയ വിദ്വേഷം ഉണ്ടായിരിക്കും, പക്ഷേ അവനിൽ നിന്ന് അത് നീങ്ങിപ്പോകണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നുണ്ടാകില്ല. അതുപോലെയൊന്ന് എനിക്കും ഉണ്ടാകണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. 2 വ്യത്യാസം മനസ്സിലായോ? ഗിബ്തത്ത് എന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ്. മറ്റുള്ളവനോട് ലഭിച്ച നിഅമത്തിൽ ചെറിയൊരു പിന്നെ എതിർപ്പ് മാനസികമായിട്ടുണ്ടെങ്കിൽ കൂടി അവനിൽ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കൂല. അതുപോലെയുള്ള കാര്യം എനിക്കും ഉണ്ടാകണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുക. അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഹസദ്. ഈ ഹസദിനെ യഥാർത്ഥത്തിൽ അറബിൽ ഗിബ്തത്ത് എന്നാണ് പറയുക, നമ്മൾ പറഞ്ഞ അർത്ഥം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതിനെയും ഹസദ് എന്ന് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ അസൂയയില്ല. റജുലുൻ ആതാഹു അല്ലാഹുൽ ഹിക്മത فهو يقضي بها ويعلمها ورجل آتاه الله مالا وسلطه على هلكته في الحق. ഒരാൾക്ക് അല്ലാഹു തആല ഹിക്മത്ത്, ഇൽമ് നൽകി,
അവൻ അതിന്റെ ആ ഇൽമടിസ്ഥാനത്തിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ആളുകളിൽ വിധി നടപ്പിലാക്കി. രണ്ടാമത്തെ ആള് സമ്പത്ത് നൽകപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹക്കിന്റെ രീതിയിൽ അത് ചെലവഴിക്കപ്പെട്ടു. ആ വ്യക്തി അവരെ മേലെ അസൂയ, ഇവര് രണ്ടുപേരെ അല്ലാതെ പേരെ അസൂയ ഉണ്ടാവില്ല. ഇതേ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ലഫ്ളിലും അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ലഫ്ളിലും ചെറിയ വ്യത്യാസത്തോട് വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ലഫ്ളിൽ നമുക്ക് കാണാം, റജുലുൻ ആതാഹു അല്ലാഹുൽ ഖുർആന ഫഹുവ യഖൂമു ബിഹി ആനാഅൽ ലൈലി വന്നഹാർ വറജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖു മിൻഹു ഫിൽ ഹഖ് ആനാഅൽ ലൈലി വന്നഹാർ. ഇതുപോലെ ഖുർആൻ പഠിപ്പിക്കപ്പെട്ട ആൾ രാവും പകലും അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, സമ്പത്ത് രാവും പകലും മറ്റുള്ളവർക്ക് നൽകുന്നത്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു ലഫ്ളിൽ നമുക്ക് കാണാം, ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ റജുലുൻ ആതാഹു അല്ലാഹുൽ ഖുർആന ഫഹുവ യത്ലൂ അൽ-ലൈല വൻ-നഹാർ ഫസമിഅഹു റജുലുൻ ഫഖാല. ഒരാൾ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു, അവന്റെ രാവും പകലും അത് പാരായണം ചെയ്യുന്നു. അങ്ങനെ ഒരാള് അയാളെ പറ്റി കേൾക്കുമ്പോൾ അയാൾ പറയും, യാ ലൈതനി ഊതീതു മിസ്ല മാ ഊതിയ ഹാദാ ഫഅമിൽതു ഫീഹി മിസ്ല മാ യഅമലു ഹാദാ. അതുപോലെ എനിക്കും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുമായിരുന്നു. അതുപോലെ ഒരാൾക്ക് സമ്പത്ത് നൽകപ്പെട്ടു, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. അപ്പൊ അവനെ പറ്റിയിട്ട് ഒരാളുകൾ പറയും, അവനെ പോലെ എനിക്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ അവൻ ചെയ്തതുപോലെ ഞാനും ഇത് ചെയ്യുമായിരുന്നു. ഈ രണ്ട് കാര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസദ് എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും ഗിബത്താണ്. മറ്റേ ഹസദ് റസൂലുള്ള പിന്നെ ഹറാമാക്കിയിട്ടുള്ളതാണ്. അത് ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ള നിഅമത്ത് നശിച്ചു പോകണമെന്നുള്ളത്. എന്നാൽ ഈ ഗിബത്ത് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ശൈഖ് പറയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഹസദ് എന്ന് പറയാനുള്ള കാരണം? ഇത് ശരിക്കെന്താണ്? ഗിബത്താണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇവിടെ ഹസദ് എന്ന് ഉപയോഗിച്ചത്? എന്നിട്ട് ശൈഖ് പറയാണ്, ഇതിനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു വികാരം മറ്റുള്ളവനെ പോലെ എനിക്കുമാവണമെന്ന് ഒരാൾക്ക് തോന്നാനുള്ള അടിസ്ഥാന കാരണം അവന് ലഭിച്ചതിനോടുള്ള വെറുപ്പ് അവന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ചെറിയ രീതിയിൽ മറ്റുള്ളവന് ലഭിച്ചതുപോലെ ആ ലഭിച്ചതിനോടുള്ള ചെറിയ ഒരു രീതിയിലുള്ള ഒരു വിദ്വേഷം, വെറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശക്തമായി വിചാരിക്കരുത്, ഒരു വിമ്മിഷ്ടം, ഒരു അസ്വസ്ഥത. അതിന്റെ കാരണം കൊണ്ടാണ് ഇവനും അതുപോലെ ഉണ്ടാവാനുള്ള ആഗ്രഹം. അവനതില്ല എങ്കിൽ നമുക്കത് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, നമ്മളെക്കാൾ ഇൽമുള്ള ആളെ കാണുമ്പോ, നമ്മളെക്കാൾ ഇൽമുള്ള ഒരാള് അവര് ദീനി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, നമുക്ക് തോന്നും അതുപോലെ നമുക്ക് ആകാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മളെക്കാൾ സമ്പത്തുള്ള ഒരാള് അത് ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു ഇതുണ്ടാവും, അവനത് കിട്ടിയല്ലോ എന്നുള്ള നിലക്കുള്ള ചെറിയ രീതിയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഹസദ് എന്നുള്ള പദം ഉപയോഗിക്കാനുള്ള കാരണം എന്നാണ് ഷെയ്ഖ് പറയുന്നത്. എന്ന് ഷെയ്ഖ് പറയാണ്, ഈ രണ്ടാമത് പറഞ്ഞ ഗിബത്തത്തിന് മറ്റൊരു പേരുമുണ്ട്, അൽ മുനാഫസത്ത് എന്ന് പറയും. മുനാഫസ, പരസ്പര മാത്സര്യം. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ജനങ്ങളിൽ അധിക ആളുകളും ഇതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരായിരിക്കും. പരസ്പരമുള്ള ഒരു മാത്സര്യത്തിന്റെ മേലെ പരീക്ഷിക്കപ്പെട്ടവരായിരിക്കും. കാരണം അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അവനെ പോലെ എനിക്കും ആവണം, അവനെ പോലെ എനിക്കും ആയിരുന്നെങ്കിൽ എന്നുള്ളത് അധിക പേർക്കും ഉണ്ടാകുന്ന ഈ പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉലമാക്കളുടെ ഭാഷയിൽ ഒരാള് വ്യഭിചരിച്ചു എന്ന് വെക്കുക, ഉലമാക്കൾ പറയുക ഇബ്തലാ ബിസ്സിന, വ്യഭിചാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ കളവ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, മദ്യപാനം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. ആ നിലക്കാണ് ഉലമാക്കൾ കിതാബുകളിൽ സൂചിപ്പിക്കുക. അവരൊരു ഭാഷ അതാണ്. കാരണം അവരൊരു പരീക്ഷണമായിരുന്നു, അതിനവൻ പെട്ടുപോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചവൻ തോറ്റുപോയി. അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിക്കുന്നത് ഇവിടെ പരീക്ഷിക്കപ്പെടുക പറഞ്ഞാൽ ആ രീതിയിലാണ്. എന്ന് ഷെയ്ഖ് പറയാണ്, അൽ മുനാഫസ, പരസ്പര മാത്സര്യം. ഇത് ദീനിൽ എല്ലാ നിലക്കും നിരോധിച്ചിട്ടില്ല. എന്നാൽ നന്മയിൽ, ബിർറായ കാര്യങ്ങളിൽ പരസ്പരം മത്സരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ മുത്തഫ്ഫിഫീനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യം ചെയ്തവർ നഈം, സ്വർഗ്ഗത്തിലായിരിക്കും. അലൽ അറായികി യൻദുറൂൻ, അവർ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം, അവരുടെ മുഖത്ത് ആ നിഅമത്തിന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, റഹീഖിൻ മഖ്തൂമിൽ നിന്ന് കുടിക്കുന്നവരായിരിക്കും അത്. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അതിന്റെ ഖിതാം, അതിന്റെ അടപ്പ് എന്നുള്ളത് അതെന്തായിരിക്കും? മിസ്കായിരിക്കും. മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ. തനാഫസ്, അതായത് പരസ്പര മാത്സര്യം. അപ്പൊ മത്സരിക്കുന്നവർ മത്സരം ഉണ്ടാവേണ്ടത് ദുനിയാവിന്റെ വിഷയത്തിലല്ല. ദുനിയാവിന്റെ വിഷയത്തെ മത്സരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യമല്ല.
എന്നാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിലേക്ക് കൂടുതൽ ബന്ധം വെക്കുന്ന വിഷയത്തിൽ, ഇതുപോലുള്ള വിഷയങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ന് ഷെയ്ഖ് പറയുന്ന വിഷയം, ഇവിടെ എന്തുകൊണ്ടാണ് ഈ രണ്ടാളുകളെ മാത്രം പറയാനുള്ള കാരണം? ഇൽമ് നൽകപ്പെട്ട ആള് അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആള്, അതുപോലെ തന്നെ സമ്പത്ത് നൽകപ്പെട്ട ആള് അത് നല്ല രീതിയിൽ ചെലവഴിക്കുന്ന ആളുകൾ. ഇതിനേക്കാൾ ഷെയ്ഖ് പറയും, ഇതിനേക്കാൾ ഫളലുള്ള ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ. ഇതിനേക്കാൾ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അള്ളാഹുവിന്റെ ധനമുണ്ട് ഒരാൾക്ക്, അത് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നാൽ ഒരുപക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അസൂയ ഉണ്ടാവാമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിച്ച് വെക്കണം. ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നത്തൈൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു, അവന് നല്ല സ്ഥാനം കിട്ടുന്നു, അതിന് അസൂയ വെച്ചൂടെ? പക്ഷെ റസൂലുള്ള എന്ത് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞില്ല. അതിനുള്ള കാരണം ഷെയ്ഖ് പറയുന്നത്, ആളുകളുടെ മനസ്സിൽ ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിനോട് അസൂയ ഉണ്ടാവൂല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഒരാള് ജിഹാദ് ചെയ്ത് രക്തമൊലിച്ച് യുദ്ധം ചെയ്ത് മരിക്കുക എന്നുള്ളത് ഒരാൾക്ക് അത് കണ്ടിട്ട് അസൂയ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് ഉണ്ടാവില്ല. എന്നാൽ അതേസമയം ഇവിടെ ഈ രണ്ടെണ്ണം, ഒരാൾക്ക് സമ്പത്തുണ്ട്, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, ഇൽമുണ്ട്, അത് ആ മാർഗത്തിൽ ചെലവഴിക്കും. ഈ രണ്ടുപേർക്ക് എന്താണ് സമൂഹത്തിൽ ഉണ്ടാവുക? സ്ഥാനമാനം ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാടുകളിൽ ആർക്കാ സ്ഥാനമാനം കൊടുക്കുക? നമ്മള് ഇൽമുള്ള ആളുകൾക്ക് കൊടുക്കും, പഠിപ്പിച്ചെടുക്കുന്ന ആളുകൾക്ക്, സമ്പത്തുള്ള ആളുകൾക്കും കൊടുക്കും. ഈ ആളുകൾക്ക് പ്രത്യക്ഷമായ ശത്രുവിനോട് ജിഹാദ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ അതേസമയം അവരുടെ നിയത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജിഹാദ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ മുജാഹിദ് അവരെക്കാൾ ദറജ അല്ലെങ്കിൽ അവരോടൊപ്പം പറ്റുന്ന ദറജ ഉണ്ടെങ്കിൽ കൂടി ഈ രണ്ടെണ്ണത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസൂയ വെക്കാൻ അനുവദിക്കപ്പെട്ട രീതിയിൽ, അതായത് ഈ ഗിബറ്റത്ത് ഉണ്ടാവാൻ പറഞ്ഞത്. അതേപോലെ നോമ്പുകാരെ പറ്റി പറഞ്ഞില്ല, നിസ്കരിക്കുന്നവരെ പറ്റി പറഞ്ഞില്ല. ഈ രണ്ട് കാര്യങ്ങളെ പറ്റി മാത്രം, അത് അവരുടെ സ്ഥാനത്തിന്റെ കാര്യമാണ്. കാരണം എന്നൊരു ശേഷം അടുത്ത് പറയാണ്, ഹസദ് എന്നുള്ള കാര്യം ഉണ്ടാവുക തന്നെ നേതൃത്വമുള്ള സ്ഥാനമുള്ള ആളുകളോടായിരിക്കും, ആളുകൾക്കിടയിൽ ഷറഫുള്ള ആളുകളോടായിരിക്കും. ഷെയ്ഖ് പറയാണ്, സാധാരണഗതിയിൽ നമ്മളെക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ല വെള്ളം കുടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഭാര്യമാരുള്ള, അല്ലെങ്കിൽ നല്ല ഇണകളുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും സാധാരണഗതിയിൽ ഒരാൾക്ക് എന്തുണ്ടാവില്ല, ഹസദ് വന്നോളന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒക്കെ സാധാരണ രീതിയിൽ നമ്മൾ ഒഴിച്ചുവിടും. അതേ സമയത്ത് ഒരാൾക്ക് ഇൽമുണ്ട്, അത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അയാളോട് അസൂയ പെട്ടെന്ന് തോന്നും. ഒരാൾക്ക് സമ്പത്തുണ്ട്, അത് ചെലവഴിക്കുന്നു, അയാളോട് അസൂയ തോന്നും. അത് തോന്നുന്ന സാഹചര്യം കൂടുതലാണ്. എന്ന് ഷെയ്ഖ് പറയാണ്, ഇതിൽ ഇൽമിന്റെ ആള് കൽബിനെ ശക്തിപ്പെടുത്തുന്ന ആളാണ്. ഒരാൾ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആളുകളുടെ കൽബിനാണ് ശക്തി ഉണ്ടാവുന്നത്. സമ്പത്ത് ചെലവഴിക്കുന്ന ആള് ആളുകൾക്ക് ശാരീരികമായ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് കാര്യത്തിനും ജനങ്ങൾ ആവശ്യക്കാരാണ്. പറഞ്ഞ മനസ്സിലായോ? ഈ രണ്ട് കാര്യം ആളുകൾക്കിടയിൽ ഷറഫുണ്ടാവാനുള്ള കാരണം, ഒന്ന് ജനങ്ങളുടെ കൽബിന് ശക്തി നൽകുന്ന കാര്യമാണ് ഇൽമ് എന്നുള്ളത്. രണ്ട്, ജനങ്ങളുടെ ബാഹ്യമായ ആവശ്യങ്ങൾക്ക് ശക്തി പകരുന്ന കാര്യമാണ് സമ്പത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും ഈ കാര്യത്തിലേക്ക് ആവശ്യക്കാരുമാണ്. ഈ കാര്യത്തിൽ ആവശ്യക്കാരാവുക എന്നുള്ള ജനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് അസൂയ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി ഈ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ എന്നോണം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അള്ളാഹു തആലയെ കുറിച്ചും മറ്റ് അള്ളാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചൊരു ഉപമയായിക്കൊണ്ട് പറയുന്ന ആയത്താണ് സൂറത്തുൻ നഹ്ലിലെ 75-76 ആയത്തുകൾ. അതിൽ അള്ളാഹു തആല പറയാണ്, വറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉദാഹരണം പറയുന്നു, അബ്ദൻ മംലൂക്കൻ, ഒരു അടിമ, ലാ യഖ്ദിറു അലാ ഷൈഇൻ, അവന് യാതൊരു കഴിവില്ലാത്തൊരടിമ. അതേസമയം വമൻ റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസന, അങ്ങനെ അല്ലാഹു തആല റിസ്ഖ് നൽകി, റിസ്ഖ് നൽകി, ഫഹുവ യുൻഫിഖു മിൻഹു സിർറൻ വജഹറ, അവൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹൽ യസ്തവൂൻ, അത് ഒരുപോലെയാവുമോ ഈ രണ്ടാളുകൾ? അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ഒരു റിസ്ക്കും ഒരു ഉപകാരമില്ലാത്ത ഒരാളും അതേസമയത്ത് അല്ലാഹു തആല റിസ്ക് നൽകി ചെലവഴിക്കുന്ന ആളും ഒരുപോലെയാകുമോ? മറ്റൊരു ഉദാഹരണം, വളറബല്ലാഹു മസലൻ റജുലൈൻ അഹദുഹുമാ അബ്കമു ലാ യഖ്ദിറു അലാ ഷൈഇൻ. രണ്ടു ആളുകൾ ഉദാഹരണം പറയാം. അല്ലാഹ് ഒരുത്തൻ അബ്കമാണ്, ഒരു പൊട്ടനാണ്, ഒരു കഴിവുമില്ല. വഹുവ കല്ലുൻ അലാ മൗലാഹ്, അവന്റെ യജമാനന്റെ മേലെ ഒരു ഭാരമാണ് അവൻ. ഐനമാ യുവജ്ജിഹു ലാ യഅതി ബിഖൈറിൻ, അവന് എവിടെ തിരിഞ്ഞാലും ഒരു നന്മ കൊണ്ടുവരുന്നില്ല. ഹൽ യസ്തവി
ഹുവ വമൻ യഅ്മുറു ബിൽ അദ്ലി വഹുവ അലാ സിറാത്തിൻ മുസ്തഖീം. അവനും നീതിപൂർവ്വം നീതി നടപ്പിലാക്കുന്ന നേരായ മാർഗത്തിലുള്ള ആളും ഒരുപോലെയാകുമോ? ഈ രണ്ട് ആയത്തുകൾ അല്ലാഹു തആല ഉപമ പറഞ്ഞതാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയുന്നത് അല്ലാഹുവിന്റെ സ്വന്തത്തെ അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യുന്നവരോട് ഉപമ പറയാണ്. ഒന്നാമത്തെ ആള് അല്ലാഹു തആല ഉപമ പറഞ്ഞത് റിസ്ക് ചെലവഴിക്കുന്ന ആൾ, രഹസ്യവും പരസ്യമായിട്ട് ചെലവഴിക്കുന്ന ആൾ, അയാളും അതുപോലെ യാതൊരു കഴിവില്ലാത്ത ഒരാൾ ഒരുപോലെയാവുമോ? അതായത് മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരെ ഇലാഹുകൾ, അവരുടെ മേലെ ഒന്നും ചെലവഴിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്? അല്ലാഹു തആല രഹസ്യത്തിലും പരസ്യത്തിലും ജനങ്ങളോട് ഇഹ്സാൻ ചെയ്യുന്നവനാണ്. രണ്ടാമത്തെ ആളുടെ ഉപമ ഒരു പൊട്ടൻ, ഒരു കഴിവില്ലാത്തൊരുത്തൻ. അതേ സമയത്ത് നീതിമാനായിട്ടുള്ള സിറാത്തുൽ മുസ്തഖീമായിട്ടുള്ള മറ്റൊരു ആലിം, മറ്റൊരു ഹാക്കിം, അവൻ എങ്ങനെയാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയാം. ഇൽമുള്ള നേരെ മാർഗത്തിൽ നിൽക്കുന്ന ഒരാളും ഇയാളും എങ്ങനെയാണ് ഒരുപോലെയാവുക? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇവരുടെ ഇലാഹുകളും എങ്ങനെയാണ് ഒരുപോലെയാവുക? ഇവിടെ ഇൽമിനെയും സമ്പത്തിനെയുമാണ് ഈ രണ്ടായത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ അതേ ആശയമാണ് ആ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഇസ്തിംബാത്ത് മനോഹരമാണ്, ഇത് രണ്ടും ഒരുമിപ്പിച്ചിട്ടുള്ളത്. ഇത് ഷെയ്ഖ് പറയുന്നത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിലാണ്, അതുപോലെ നേരെ സിറാത്തുൽ മുസ്തഖീമിലാണ്. അതിനുള്ള ദലീലുകളായിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം. അല്ലാഹു തആല നീതിപൂർവ്വം നടപ്പിലാക്കുന്ന അല്ലാഹു മലക്കുകൾ ഷഹാദത്ത് ചെയ്ത്, അതുപോലെ തന്നെ പറഞ്ഞു അല്ലാഹു തആല ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് തീർച്ചയായിട്ടും നേരായ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്ന്. ഷെയ്ഖ് അതിന്റെ അടുത്ത ഭാഗത്തിൽ തുടരുന്നത് അൽ മുനാഫസതു ബൈന സിദ്ദീഖ് വ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഇടയിലുണ്ടായിരുന്ന ഈ മുനാഫസത്ത്, പരസ്പര മത്സരം, നമ്മൾ പരിചയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നതസദ്ദഖ ഫവാഫഖ ദാലിക മാലൻ ഉംദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ കയ്യിലുള്ള സമ്പത്ത് സദഖ നൽകാൻ തീരുമാനിച്ചു. ഫഖുൽതു അൽയൗമ അസ്ബഖു അബൂബക്കറിൻ ഇൻ സബഖ്തുഹു യൗമൻ, ഒരു ദിവസമെങ്കിലും ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വെട്ടിക്കും, ഞാൻ മുന്നിടും. എല്ലാ കാര്യത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിലാണ്, ഒരു ദിവസമെങ്കിലും ഞാൻ മുന്നിടും. എന്നിട്ട് പറയാണ്, ഫജിഅതു ബിനിസ്ഫി മാലി, ഞാൻ എന്റെ പകുതി സമ്പത്തും കൊണ്ട് വന്നു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അബ്ഖൈത ലി അഹ്ലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഖുൽതു മിസ്ല, ഞാൻ പറഞ്ഞു ഇതുപോലെ എന്ത് ഞാനും അതായത് ഇതേപോലെയുള്ളത് വെച്ചിട്ടുണ്ട്. വഅതാ അബൂബക്കറിൻ, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ബികുല്ലി മാ ഇൻദഹു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തുള്ള എല്ലാം കൊണ്ടും വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അബ്ഖൈതു ലഹുമുല്ലാഹു വ റസൂൽ, ഞാൻ അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയുമാണ് ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അബൂ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദാ, ഞാൻ ഒരു കാര്യത്തിലും നിങ്ങളെ അബൂബക്കർ സിദ്ദീഖിനെ വെട്ടിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായ കാര്യം എന്താണ്? ഗിബ്തത്താണ്. അതായത് അള്ളാഹുവിനെ മാർഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം കാണാം. ഇസ്രാ മിഅ്റാജ് ദിവസത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം കരയാണ്. അപ്പൊ ചോദിച്ചു, മാ യബ്കി, എന്തിനാണ് കരയുന്നത്? അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അബ്കി ലിഅന്ന ഗുലാമൻ ബഅസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അക്സർ മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മതി, എന്റെ ശേഷം വന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്തിനേക്കാൾ കൂടുതലായിട്ട് നാളെ സ്വർഗത്തിൽ കിടക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞതാണ്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഈ അനുവദിക്കപ്പെട്ട രീതിയിലുള്ള ഈ മാത്സര്യമായിരുന്നു. ഇതേ ഹദീസുകൾ മറ്റുള്ള ലഫ്ളിൽ നമുക്ക് ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഈ ഇതേ ഹദീസിന്റെ ഭാഗമായിട്ട് മറർന അലാ റജുലിൻ വഹുവ യഖൂലു വയർഫഉ സൗതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്രാ മിഅ്റാജ് ദിവസം ഞങ്ങള് ഒരാളുടെ മുന്നിലൂടെ കടന്നുപോയി. അയാള് ശബ്ദം ഉയർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അക്രംതഹു വഫദ്ദൽതഹു, എന്നിട്ട് പറയാണ്, നീ അവനെ ആദരിച്ചു, നീ അവനെ കൂടുതൽ ഔദാര്യം നൽകി. ഖാല ഫറഫഅനാ ഇലൈഹി ഫസല്ലംനാ അലൈഹി ഫറദ്ദ സലാം, അങ്ങനെ ഞങ്ങളെക്കാൾ ഉയർത്തി ഞങ്ങളുടെ സലാം അവരുടെ മേലെ, അത് ഒരാളെ പറ്റി പറയാണ്, അതിന്റെ മേലെ ആക്കി അങ്ങനെ സലാം വീട്ടിക്കൊണ്ട്
പോകുമ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, മൻ ഹാദാ മഅക യാ ജിബ്രീൽ, ജിബ്രീൽ നിന്റെ കൂടെയുള്ളത് ആരാണ്? അപ്പോ പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹാദാ അഹ്മദ്, ഇത് അഹ്മദാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മർഹബൻ ബിൻ നബിയിൽ ഉമ്മി അല്ലദീ ബല്ലഗ റിസാലത റബ്ബിഹി വനസഹ ലി ഉമ്മതി, പിന്നെ മർഹബൻ, സ്വാഗതം, ഉമ്മിയായ നബി ഞങ്ങൾക്ക് സ്വാഗതം, അള്ളാഹുവിന്റെ റിസാലത്ത് എത്തിച്ചു കൊടുത്ത ഉമ്മത്തിന് നസീഹത്ത് നൽകിയ. അങ്ങനെ സുമ്മിന്റെ ഫഅന, അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മൻ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീൽ ഇതാരാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹാദാ മൂസ ബിൻ ഇമ്രാൻ, അത് മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. അപ്പൊ ആരോടാണ് ഈ പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, നീ അവനെ ആദരിച്ചു, ഇത് കൊടുത്തല്ലോ, ഇത് ആരോടാ പറയുന്നത്? അപ്പൊ യുആതിബു റബ്ബഹു ഫീക, നിന്റെ കാര്യത്തിൽ നിന്റെ റബ്ബിനോട് പിന്നെ തർക്കിക്കുകയായിരുന്നു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ റബ്ബിനോട് തർക്കിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വയർഫഉ സൗതഹു അലാ റബ്ബി, റബ്ബിന്റെ നേരെയാണോ ശബ്ദം ഉയർത്തുന്നത്? അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് അറഫ സിദ്ഖഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സിദ്ഖ് എന്താണെന്ന് അറിയാം. ഇവിടെ പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തന്റെ ഉമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായല്ലോ എന്നുള്ള നിലക്ക് ആദരിച്ചു, ശ്രേഷ്ഠ നൽകി എന്നുള്ള ഗിബത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മുമ്പ് ഉണ്ടായിട്ടുള്ളതും അനുവദിച്ചിട്ടുള്ള കാര്യവുമാണ്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ചില ആളുകൾ ഈ ഗിബത്ത് പോലുമില്ലാത്ത ആളുകളായിട്ട് മാറും. അനുവദിക്കപ്പെട്ടതാണ് ഗിബത്ത്, എന്നാൽ അതുപോലുമില്ലാതെ മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതിൽ യാതൊരു രീതിയിലും മനസ്സിലൊരു ചെറിയ രീതിയിലും ഇല്ലാത്ത ആളുകളായിട്ട് ചില ആളുകൾ ഉണ്ടാകും. എന്നിട്ട് ഉദാഹരണം പറയാണ് സഹാബാക്കളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയോ? അമീനുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്നതാണ്. ശൈഖുൽ ഇസ്ലാം പറയാണ്, ആ സ്ഥാനത്തിലെത്താനുള്ള കാരണം, ഒരാൾ അമീൻ, നമ്മളൊരാളെ അമാനത്തെ ഏൽപ്പിക്കുമ്പോൾ നമുക്കുള്ള വിശ്വാസം എന്താണ്? ഈ കാര്യത്തിൽ അയാൾക്ക് എന്തുണ്ടാവൂല? അയാൾക്ക് ആഗ്രഹം ഉണ്ടാവൂല. നമ്മളൊരാളെ വിശ്വസിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മൾ സമ്പത്താണോ കൊടുത്ത് അല്ലെങ്കിൽ എന്താണോ കൊടുത്ത് അതിന്റെ മേലെ അയാൾക്കൊരാഗ്രഹം ഉണ്ടാകില്ല അത് നേടാം എന്നുള്ള നിലക്ക്. അല്ലെങ്കിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെയാവും. ശേഖരൻ ഉദാഹരണം പറയുന്നത് ചെമ്മരിയാടിനെ ചെന്നായുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തതുപോലെയാകും. പിന്നെ വിശ്വസ്തത ഇല്ലാത്ത ആളുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അമീനുൽ ഉമ്മ എന്ന് പറയുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം, ചെറിയ രീതിയിൽ പോലും ഇതുപോലുള്ള ഗിബത്തുകൾ ഇല്ലാത്ത ആളുകൾ സഹാബാക്കളിൽ ഉണ്ടായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പിന്നെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ആ ചരിത്രത്തിൽ നമുക്കറിയാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പടനായകന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. കണ്ണീരോടുകൂടി മാത്രമേ ഈമാനുള്ളവർക്ക് ആ ചരിത്രം വായിക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹും മുസ്ലിം സൈന്യം യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. എന്റെ ഓർമ്മ യർമൂക്ക് യുദ്ധമാണോ, യുദ്ധം എനിക്ക് ഓർമ്മയില്ല, യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ ഭരണസ്ഥാനത്ത് നിന്ന് മാറ്റി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ആക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്ന സംഭവമുണ്ട്. അവിടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും നടക്കുന്ന ഒരു സംഭാഷണം, അതിവിടെ പറയാൻ സമയമില്ല, അത് വളരെ മനോഹരമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ സ്ഥാനപ്പേര് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയുന്നത്, ഷെയ്ഖ് പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഹസദ് എന്തായാലും പറ്റില്ല, ഗിബത്ത് അധിക ആളുകൾക്കുണ്ടാവും, അതുപോലുമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു സ്വഹാബാക്കൾക്കിടയിൽ. അതിന് ഉദാഹരണമായിട്ട് മറ്റൊരു ഹദീസ് നമ്മൾ കേട്ട് പരിചയിച്ചൊരു ഹദീസാണ് ഷെയ്ഖ് കൊടുക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫഖാല യത്ലു അലൈക്കും അൽആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോ നിങ്ങളുടെ ഇടയിലേക്ക് സ്വർഗാവകാശിയായിട്ടുള്ള ഒരാൾ വരും. ഫതലഅ റജുലുൻ മിനൽ അൻസാർ, അങ്ങനെ അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നു. തൻതിഫു ലിഹ്യതുഹു മിൻ വുളൂഇ, വുളൂ എടുത്തതിന്റെ അടയാളമായിട്ട് താടിയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നുണ്ട്. ഖദ് തഅല്ലക അലൈഹി ഫി യദിഹി ശിമാൽ, അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ പിന്നെ അദ്ദേഹത്തിന്റെ ചെരിപ്പുകളുമുണ്ട്. ഫലമ്മാ കാനൽ ഗദു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല ദാലിക്, അങ്ങനെ അദ്ദേഹം വന്നുപോയി. പിറ്റേ ദിവസമായപ്പോഴും റസൂലുള്ളാഹി അതുപോലെ വന്നു. ഫതലഅ ദാലിക റജുലു മിസ്ലൽ മറത്തിൽ ഊല, അതുപോലെ തന്നെ ഇന്നലെ വന്ന വ്യക്തി വീണ്ടും വന്നു. ഫലമ്മാ കാനൽ യൗമു സാലിസ്, മൂന്നാമത്തെ ദിവസം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മഖാലതിഹി അയ്വൻ, എന്താണോ ഇന്നലെ പറഞ്ഞത് അതേ വാക്ക് റസൂലുള്ളാഹി മൂന്നാമത്തെ ദിവസം പറഞ്ഞു.
فطلع ذلك الرجل على مثل حاله الأولى. ഒന്നാമത്തെ അവസ്ഥയിൽ ഇതേ വ്യക്തി വീണ്ടും വന്നു. فلما قام النبي صلى الله عليه وسلم, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം പോയപ്പോ തബിഅഹു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, പിന്നെ ഈ വന്ന വ്യക്തിയെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പിന്തുടർന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലാഹൈതു അബി, ഞാൻ എന്റെ ഉപ്പയുമായിട്ട് ചെറിയൊരു പിണക്കത്തിലാണ്. ഫഅഖ്സംതു അൻ ലാ അദ്ഖുല അലൈഹി തലാസൻ, ഞാൻ 3 ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഫൈൻ റഅയ്ത അൻ തുവീനി ഇലൈക ഹത്താ തംളിയ ഫഅൽത, നിനക്ക് കഴിയുമെങ്കിൽ ആ 3 ദിവസം എന്നെ ഒരു സംരക്ഷണം എനിക്ക് നൽകണം, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. പറഞ്ഞു, ഖാല നഅം, ആയിക്കോട്ടെ കുഴപ്പമില്ല. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വകാന അബ്ദുല്ലാഹ് യുഹദ്ദിസു അന്നഹു, പിന്നെ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, അന്നഹു ബാത മഅഹു തിൽക ലയാലി അസ്സലാസ, അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു 3 ദിവസം അയാളുടെ കൂടെ താമസിച്ചു. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ഷൈഅ, അയാൾ രാത്രി നിന്നിട്ട് ഒന്നും നിസ്കരിക്കുന്നില്ല, രാത്രിയിൽ നിന്നൊന്നും ചെയ്യുന്നില്ല, രാത്രി നിസ്കരിക്കുന്നൊന്നും കണ്ടില്ല. غير أنه إذا تعارى وتقلب على فراشه ذكر الله عز وجل وكبر حتى يقوم لصلاة الفجر. ആകെ കണ്ടത് സുബഹിക്ക് മുമ്പ് എണീക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ അള്ളാഹിനെ കുറിച്ച് ദിക്ർ ചെയ്യും, അള്ളാഹിനെ കുറിച്ച് തക്ബീർ ചൊല്ലും, അങ്ങനെ സുബഹി നമസ്കാരം വരെ അങ്ങനെ ചെയ്യും. അത് മാത്രമേ ചെയ്യുന്നത് കണ്ടുള്ളൂ. ഖാല അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാം, غير أني لم أسمعه يقول إلا خيرا, അവൻ നന്മയല്ലാതെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. فلما مضت 3 ليال وكدت أن أحقر عمله, പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോ അവന്റെ അമലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലേക്ക് പറ്റിയില്ല, ഞാൻ തോറ്റുപോയി. ഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, മറ്റേ ആളോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, ഇന്നി ലം യകുൻ ബൈനി വബൈന അബി ഗളബുൻ വലാ ഹജറുൻ സമ്മ, ഞാനും എന്റെ ഉപ്പയും തമ്മിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു അകൽച്ചയൊന്നും ഉണ്ടായിട്ടില്ല. വലാകിൻ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലക 3 മിറാറൻ, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറയുന്നത് ഞാൻ കേട്ടു, യത്ലു അലൈക്കും അൽആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് സ്വർഗാവകാശിയായ ഒരാൾ വരുമെന്ന് 3 തവണ പറയുന്നത് ഞാൻ കേട്ടു. ഫതലഅത അൻത 3 മിറാറിൻ, 3 തവണ നീയാണ് അവിടെ വന്നത്. ഫഅറദ്തു അൻ ആവിയ ഇലൈക ലിഅൻദുറ മാ അമലുക ഫഅഖ്തദിയ ബിഹി, എന്ത് കർമ്മം കൊണ്ടാണ് നീ ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ താമസിക്കാൻ വന്നാണ് ഞാൻ. ഫലം അറക തഅമലു കസീറ അമലി, കുറെ അമല് ചെയ്യുന്നത് നീ കുറെ അമല് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഫമല്ലദീ ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് റസൂലുള്ള പറഞ്ഞ ആ സ്ഥാനത്തിലേക്ക് എന്നെ എത്തിച്ചത്, എന്ത് കാര്യമാണ് ഇത് വേറെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഫഖാല, അപ്പൊ പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്ത, നീ കണ്ടല്ലാതെ വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. അപ്പോ എന്നിട്ട് അബ്ദുല്ലാഹ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ വല്ലൈതു ദഅാനി, അങ്ങനെ ഞാൻ തിരിഞ്ഞു പോകുമ്പോ അയാൾ പിന്നെ എന്നെ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്ത, നീ കണ്ടതല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. غير أني لا أجد في نفسي لأحد من المسلمين غشا, എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഒഴികെ എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും ഒരു തരത്തിലുള്ള ചതിയോ വഞ്ചനയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവാറില്ല. ولا أحسد أحدا على خير أعطاه الله إياه, എന്റെ കൽബിൽ വേറൊരാൾക്ക് അള്ളാഹ് നൽകപ്പെട്ട ഒരു ഖൈറിനോട് ഒരു ആഗ്രഹവും ഒരു തരത്തിലുള്ള അസൂയ എനിക്ക് ഉണ്ടാവാറില്ല. ഫഖാല അബ്ദുല്ലാഹ്, ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി ലതി ബലഗത് ബിക വഹിയ ലതി ലാ നുതീഖ്, ഇതാണ് നിന്നെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്, ഞങ്ങൾക്ക് കഴിയാത്തതും അതാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വഹിയ ലതി ലാ നുതീഖ്, സ്വഹാബാക്കൾ തന്നെ പറയാണ്, ഞങ്ങൾക്ക് കഴിയാതെ പോയ കാര്യം അതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു മുസ്ലിമിനോട് അനുവദിക്കപ്പെട്ടതായിട്ട് കൂടി ഹിബിക്കത്തില്ലാത്ത വേറൊരാൾക്ക് നൽകപ്പെട്ടതുപോലെ എനിക്ക് വേണമെന്നുള്ള യാതൊരു അവനെന്തായാലും അള്ളാഹ് നൽകിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഖൈർ. ഒരു മുസ്ലിമിനോട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനസ്സിന്റെ പരിശുദ്ധി, അത് അയാളെ എത്തിച്ചത് സ്വർഗാവകാശി എന്നുള്ള നിലയ്ക്കാണ്, മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്തൊരു സ്ഥാനമാണ്. ഖൽബിന്റെ പരിശുദ്ധിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് നഊദു ബില്ലാഹ് ഹറാമാക്കിയ ഹസദിൽ പോലും നാം പെട്ടുപോകുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ അനുവദിക്കപ്പെട്ട ഗിബ്തത്ത് പോലും ഇല്ലാത്ത ആളുകളായിട്ട് സ്വഹാബാക്കൾ മാറിയിരുന്നു.
പ്രത്യേകിച്ച് അൻസാരികളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ആ അൻസാരികളെ പറ്റി പറയാൻ ലാ യജിദൂന ഫീ സുദൂരിഹിം, അവരുടെ ഖൽബിൽ ഹാജതൻ, ഒരാവശ്യം കാണൂല, മിമ്മാ ഊതു, മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ. ഇതിന്റെ തഫ്സീറുകളിൽ ഉലമാക്കൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ നൽകപ്പെട്ടത് മുഹാജിറുകൾക്ക് ഗനീമത്ത് സ്വത്ത് നൽകപ്പെട്ടതിനെ പറ്റിയിട്ടാണെന്ന്. അതല്ല, മറ്റുള്ള ഷറഫ്, അതായത് മുഹാജിറുകൾ ഹിജ്റ ചെയ്തു വന്നത് ഒരു ചെറിയ പദവി കൂടുതൽ ഉണ്ടായിരിക്കുമല്ലോ ആ രീതിയിൽ. അപ്പോ അതല്ല, എന്ത് തന്നെയായാലും ഈ അൻസാറുകൾക്ക് അതിനോട് യാതൊരുവിധ ഹാജത്തും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത് ഹറാമായ ഹസദ് നമ്മുടെ കൽബിനെ നശിപ്പിച്ചു കളയും. ഇൻഷാ അല്ലാഹ് അതിൽ വരുന്നുണ്ട്, അതിന്റെ അപകടം വരുന്നുണ്ട്. അത് നമ്മുടെ കൽബിനെ നശിപ്പിക്കും, അത് നമ്മുടെ ചുറ്റുമുള്ളവരും നശിപ്പിക്കും. അനുവദിക്കപ്പെട്ടതുപോലും മറ്റുള്ളവർക്ക് നൽകപ്പെട്ട് നമുക്ക് ആഗ്രഹിക്കാൻ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ അതുപോലും ഇല്ലാതെ അള്ളാഹ് അവന് നൽകിയത് അവന് ഉണ്ടായിക്കോട്ടെ, അവനായിക്കോട്ടെ, എനിക്കില്ലെങ്കിൽ കുഴപ്പമില്ല, ആ നിലക്ക് അതിൽ സന്തോഷവും തൃപ്തിയും ഉണ്ടാകുന്ന അവസ്ഥ സ്വർഗാവകാശ ലക്ഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാത്രി ഇന്ന് നമസ്കരിക്കാത്ത, പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാത്ത ഒരാൾക്ക് എത്താൻ പറ്റിയൊരു സ്ഥാനമാണത്. എന്നാൽ നമുക്ക് മത്സരിക്കാം. വഫീ ദാലിക ഫലിയതനാഫിസുൽ മുതനാഫിസൂൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് മത്സരിക്കാം. അപ്പോ പിന്നെ അൻസാറുകളുടെ ഇടയിൽ ഔസ് ഗോത്രവും ഖസ്റജ് ഗോത്രവും ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കുമായിരുന്നു മുന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മത്സരിക്കാം, പക്ഷേ എന്തുണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിമിനോട് ഒരു തരത്തിലുള്ള റിബത്തത്തില്ലാത്ത ഖൽബ് നമുക്കുണ്ടായാൽ ഒരു സ്വർഗാവകാശ ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ റിബത്തത്ത് രണ്ടാമത്തെ തരമായിട്ട് നമ്മൾ വിശദീകരിച്ച ഹസദിന്റെ ഇനമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. എന്നിട്ട് ശൈഖ് തുടരുന്നത് വമ്മൽ ഹസദുൽ മദ്മൂം, ആക്ഷേപിക്കപ്പെട്ട ഹസദ് നമ്മൾ ഒന്നാമത് പറഞ്ഞു. അതിൽ പെട്ടതാണ് യഹൂദികൾക്ക്, ജൂതന്മാർക്ക് മുസ്ലിമീങ്ങളുടെ മേലെ ഉണ്ടായിരുന്നത് ഭയങ്കരമായ ഹസദായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. യഹൂദികളിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഈ ദീനിൽ നിന്ന് മുർത്തദായി കുഫറിലേക്ക് പോവുക എന്നുള്ളത്. ഹസദൻ, അതിനുള്ള കാരണം അസൂയയാണ്. മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ഹഖ് അറിഞ്ഞതിന് ശേഷവും അവർക്ക് നിങ്ങളുടെ മേലെയുള്ള അസൂയ കാരണത്താലാണ് എന്തുള്ളത്, അവർക്ക് ഈ പിന്നെ മുസ്ലിമീങ്ങൾ തിരിച്ച് മുർത്തദായി പോകണം, കുഫറിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം. യഹൂദികൾ മുസ്ലിമീങ്ങളുടെ മേലെ ഏറ്റവും അധികം അസൂയുള്ള ഒരു വർഗമാണ് ജൂതന്മാർ. കാരണം അവർ ആഗ്രഹിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണ് വരിക എന്നുള്ളത്. നമുക്കറിയാം, മദീനയിലെ ചരിത്രമെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അവരതിനു വേണ്ടി കാത്തിരിക്കുന്ന രീതിയിൽ തന്നെ അത് ആഗ്രഹിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. ജൂതന്മാർ പറയാറുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുക്കാൻ കൊണ്ടുപോയത് ആരെയായിരുന്നു? ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ ആയിരുന്നു എന്ന് ജൂതന്മാർ വാദിക്കുന്നത്. ഇതിന് പിന്നെ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും ഈ ഒരു ഇസ്രായേലിയാത്തുകളിൽ പെട്ട് തെറ്റായി അഭിപ്രായം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മറുപടി എന്നോണം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എണ്ണി പറയുന്നത് ജാദുൽ മആദിൽ നമുക്ക് കാണാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തന്നെയാണ് അവിടെ അറുക്കാൻ കൊണ്ടുപോയത് എന്നുള്ളത്. കാരണം അവരുടെ തലമുറയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത്രത്തോളം അവർക്ക് ഹസദ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞ മറ്റൊരായത്തിൽ നമുക്ക് കാണാം, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു തആല അവന്റെ ഔദാര്യമായി നൽകിയത് നിങ്ങൾ അസൂയ വെക്കുകയാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും കുടുംബത്തിനോടും? ഫഖദ് ആതൈനാ ആല ഇബ്രാഹിമൽ കിതാബ വൽ ഹിക്മത വആതൈനാഹു മുൽക്കൻ അദീമ. അല്ലാഹു തആല കിതാബും ഹിക്മത്തും അതുപോലെ വലിയ മുൽക്കുമാണ് ആർക്ക് നൽകിയത്? പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും എല്ലാം നൽകിയത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയുന്ന സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം മുഫസ്സിറുകൾ പറഞ്ഞത് എന്താണ്? ലബീബ് ഇബ്നു അഅ്സം ജൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്യുന്ന അവസ്ഥയിൽ അത്രത്തോളം അസൂയായിരുന്നു അവർക്ക്. ഹസദിന്റെ അത്രത്തോളം അങ്ങേറ്റത്തെ അവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാം. നമ്മുടെ നാടുകളിൽ തൗഹീദില്ലാത്ത
ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും ആളുകളായിട്ടുള്ള ആളുകൾ കുടുംബ വഴക്കിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുടെ പേരിൽ ഹസദ് മൂത്ത് പരസ്പരം സിഹ്ർ ചെയ്യുന്ന, പരസ്പരം മറ്റുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ചെയ്യുന്ന, കൽബ് മരിച്ചുപോയ ആളുകളുടെ അവസ്ഥയാണിത്. അല്ലാഹു തആല നമ്മുടെ കൽബുകളെ എപ്പോഴും ജീവനുള്ളതാകട്ടെ. അത് നമ്മൾ അതിന് പരിശ്രമിക്കണം, നമ്മളേക്ക് ബാധിക്കാം. ഈ അസൂയ എന്നുള്ള അസുഖം ഒന്നല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമുക്ക് ബാധിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പല ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഷെയ്ഖ് അടുത്ത് കൊടുക്കുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ സഹോദരന്മാരുടെ അസൂയ കൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പരീക്ഷിക്കപ്പെട്ടു. അല്ലാഹു തആല പറഞ്ഞില്ലേ, ലയൂസുഫു അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്നാ അബാനാ ലഫീ ളലാലിൻ മുബീൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുള്ള അസൂയ കാരണം സഹോദരന്മാര് പറഞ്ഞതാണ്, നമ്മുടെ വാപ്പ വലിയ പിഴവിലാണ്, നമ്മളെക്കാളും സഹോദരനെയുമാണ് വാപ്പാക്ക് ഇഷ്ടമുള്ളത്. ഇത് പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അറിയായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക് ഫയകീദു ലക കൈദാ ഇന്ന അശ്ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിന്റെ സഹോദരന്മാര് നീ സ്വപ്നം കണ്ടത് അറിയരുത്, അവര് നിനക്കെതിരെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കും. അതായത് ഈ അസൂയ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം വലിയൊരു പിന്നെ വിഷയമാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഐന് കണ്ണേറ്, രണ്ട് ഹസദ് അസൂയ. ഈ രണ്ട് കാര്യങ്ങളും റൂഹുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ മേലെ മറ്റൊരാള് പിന്നെ കണ്ണേർ വെച്ചാൽ അതിന്റെ ദോഷങ്ങൾ നമുക്കുണ്ടായേക്കാം, ഇതിനില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മളോട് ഹസദ് ഉണ്ടായാൽ അതിന്റെ ഭാഗമായിട്ടും ദോഷങ്ങൾ നമ്മളെ ബാധിക്കും. എന്താണ് ഐനും ഹസദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐൻ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ വ്യക്തികളിൽ നിന്നും ഉണ്ടാകാം, സ്വാലിഹായ നല്ല ആളുകളിൽ നിന്നും കണ്ണേർ വരാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക്, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാൽ ഹസദ് എന്നുള്ളത് ഫാജിറായ ആളുകളിൽ നിന്ന്, തെമ്മാടികളായ ആളുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഷെയ്ഖ്, നമുക്കിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഷെയ്ഖ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയാണ് ചുരുക്കിയിട്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഹസദ് അസൂയ എത്രത്തോളം എത്തി? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊന്നുകളയാൻ വരെ അവർ ചർച്ച നടത്തി. അത് കഴിഞ്ഞ് പൊട്ടക്കിണറ്റിൽ ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോളും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് ശേഷം പരീക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിമയായി അങ്ങാടിയിൽ വിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം ഒരു സ്ത്രീ വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ പലതരത്തിൽ പിന്നെ ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ എല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് പരീക്ഷിക്കപ്പെടുകയായിരുന്നു. ഇവിടെ ആ ചെയ്യുന്നവരെല്ലാം ബാലിമീങ്ങളാണ്. ആ സഹോദരന്മാർ ദുൽമാണ് ചെയ്യുന്നത്. നമ്മളൊരാളോട് അസൂയ വെക്കുകയാണെങ്കിൽ നമ്മൾ ദുൽമാണ് ചെയ്യുന്നത്. സഹോദരന്മാർ ചെയ്തു. ആ സ്ത്രീ തെറ്റായ ഒരു പിന്നെ ബന്ധത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആ സ്ത്രീ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ദുൽമ ചെയ്യുകയായിരുന്നു. ഇവിടെയെല്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിജയിക്കാൻ, രക്ഷപ്പെടാനുള്ള കാരണം സ്വബറായിരുന്നു. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും അല്ലാത്തപ്പോഴുമുള്ള സ്വബർ. എന്നാൽ അതിനേക്കാൾ ഉത്തമമായിരുന്നു ഏത് സ്വബർ? ആ സ്ത്രീ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കാണിച്ച സ്വബർ. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ഏതൊരു തിന്മയിൽ നിന്നും, ഏതൊരു നമുക്ക് ദോഷം ചെയ്യുന്ന എന്ത് കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ട് കാര്യം ഉണ്ടായാൽ മതി. ഒന്ന് തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള അവസ്ഥ. രണ്ട്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ സ്വബർ. ഈ സ്വബർ, തഖ്വയും സ്വബറും ഉണ്ടെങ്കിൽ അള്ളാഹു തആല ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വബർ, ആ സ്ത്രീ വ്യഭിചരിക്കാൻ ക്ഷണിക്കുന്ന സ്വബർ ഇഖ്തിയാരിയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്വയം തെരഞ്ഞെടുക്കുന്ന സ്വബറാണ്. മറ്റേ സ്വബർ ഇൽത്തിറാരിയാണ്. അതായത് അനുഭവിച്ചേ തീരൂ. പൊട്ടക്കണ്ടിൽ കിടന്ന് അത് അനുഭവിച്ചേ തീരൂ. എന്നാൽ ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് രണ്ടാമത്തെ സ്വബർ ഇഖ്തിയാരിയാണ്. ഷെയ്ഖ് അവസാനമായിട്ട് പറയുന്ന ചില വിഷയങ്ങൾ ഷെയ്ഖ് പറയുകയാണ്. ചില ആളുകൾ അവന്റെ ദീനിൽ പരീക്ഷിക്കപ്പെടും. പല രീതിയിൽ, പാപങ്ങളെ കൊണ്ടും മറ്റു പല കാര്യങ്ങളെ കൊണ്ടെല്ലാം ദീനിൽ പരീക്ഷിക്കപ്പെടും. അപ്പോൾ അവൻ സ്വബർ കാണിച്ചാൽ അവന് ഒരു നന്മ ചെയ്ത പ്രതിഫലം കൂടി അവൻ രേഖപ്പെടുത്തും. അതായത് ചില ആളുകൾക്ക് രോഗങ്ങൾ ബാധിക്കാം, അല്ലെങ്കിൽ ഒരു കള്ളൻ അവന്റെ സ്വത്ത് കട്ടോണ്ട് പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിലെല്ലാം അവന് ക്ഷമിക്കാം. ഈ ക്ഷമ എന്നുള്ളത് ആ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം കിട്ടും. അതേസമയം അള്ളാഹുവിനെ ധിക്കരിക്കാൻ ദീനിലൊരു പരീക്ഷിക്കപ്പെടുകയും അതിലവൻ പിടിച്ചു നിർത്തുകയും ചെയ്താൽ അവന്റെ മേലൊരു നന്മ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്ത പോലെയാണ് അവൻ. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും ഉണ്ടായിരുന്ന സബർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സബറിനേക്കാൾ ഉത്തമമായിരുന്നു. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സബർ ഇഖ്തിയാരി എങ്ങനെയായിരുന്നു? ആ പ്രവൃത്തി ചെയ്താൽ ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കുന്ന പ്രവൃത്തി, അത് ചെയ്തിട്ടില്ല എങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കുമെന്നുള്ളത്. ഈ രണ്ട് കാര്യത്തിന്റെ നടുവിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സബർ തെരഞ്ഞെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെ അവസ്ഥ എന്താണ്? ആ മുഹാജിറുകളെയും റസൂലുള്ളാഹിനെയും കുഫറിലേക്കാണ് നിർബന്ധിക്കുന്നത്. വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് എന്ത്? കുഫർ. എന്തെങ്കിലും ദീന് വിട്ടിട്ട് കുഫറിലാവണം. അതല്ലെങ്കിൽ പിന്നെ എന്താ വഴിയുള്ളത്? നാട് വിട്ടു പോകണം. അതായത് അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ അവർ കൊല്ലും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം വ്യഭിചാരത്തിന്റെയും ജയിലിൽ കിടക്കുക എന്നുള്ളതിന്റെ നടുവിലാണ്. പ്രവാചകനും മുഹാജിറുകളും കുഫറിന്റെയും മരണത്തിന്റെയും നടുവിലാണ്. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചതിനേക്കാൾ വലിയ ക്ഷമയാണ് സ്വഹാബാക്കളും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാടും വീടും വിട്ടു പോവാൻ കാണിച്ച ക്ഷമ. അതായത് ഇങ്ങനെ പല പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ ക്ഷമയിൽ നമുക്ക് ദീനിന്റെ വിഷയത്തിൽ നാം ക്ഷമിച്ചാൽ, തിന്മകളിൽ നിന്ന് ക്ഷമിച്ച് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ ഒരു നന്മയും നമ്മുടെ മേലെ രേഖപ്പെടുത്തും. അതിന് ദലീലായിട്ട് ശൈഖ് പറയുന്ന വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ പറഞ്ഞു, ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു വിശപ്പോ ക്ഷീണമോ ദാഹമോ എന്തെങ്കിലും സഹിച്ചാൽ ولا يطعون موطئا يغيظ الكفار ولا ينالون. കുഫാറുകൾക്ക് ദേഷ്യം വരുന്ന ഏതെങ്കിലും സ്ഥലത്ത് അവർ കാലുവെച്ചാൽ മിൻ അദുവിനൈലൻ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ്. അള്ളാന്റെ മാർഗത്തിൽ എന്ത് സഹിച്ചാലും എന്ത് പിടിച്ചു നിർത്തിയാലും അവന്റെ മേലെ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ് ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അവന്റെ മേലൊരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. സഹോദരങ്ങളെ, ഒരു തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുങ്ങിയിട്ട് അത് നമ്മൾ പിടിച്ചു നിർത്തിയെന്ന് മാത്രമല്ല, ഒരു നന്മ ചെയ്ത പ്രതിഫലം കൂടിയാണ്. അതേസമയം രോഗവും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെയുള്ള ദാഹം, വിശപ്പ്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സഹിച്ചാൽ അതെന്താണ്? അത് ക്ഷമിച്ചതിനുള്ള പ്രതിഫലം ഉണ്ടാവും. പക്ഷെ ഇതിന് ഒരു നന്മ കൂടി നമ്മുടെ മേലെ രേഖപ്പെടുത്തും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ വിഷയം, ഹസദ്, ആരുടെയെങ്കിലും ഹസദ് നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കും ഉണ്ടാവേണ്ടത്: തഖ്വ, സ്വബർ എന്നുള്ളതാണ്. ഇനി ഹസദ് എന്നുള്ള അസുഖം നമുക്കുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.